വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ്. നിങ്ങളെ 1ഉം 2ഉം 3ഉം ചാപ്റ്റർ ഒരുവിധമൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാം വാരി വലിച്ച് നോട്ട് നിങ്ങൾക്ക് തന്നില്ല. നിങ്ങൾ ബാക്കി താന്നൊക്കെ ചോദിച്ചത് ഞാൻ കാണുന്നുണ്ടോ നിങ്ങളെ? കാരണം എന്താണെന്നറിയോ, ഞാൻ ഇനിയും തരാനുള്ളതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി എല്ലാം തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് നോട്ട് മാത്രം തരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പകുതി മുക്കാലും നോട്ട് ഞാൻ ആ 3 ചാപ്റ്ററിലെയും തന്നിട്ടുണ്ട്. പിന്നെ ടെസ്റ്റിലെ തന്നിരിക്കുന്നത് വീണ്ടും ഞാൻ എഴുതി വെച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ടെസ്റ്റിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് ഞാൻ തരാഞ്ഞത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. നിങ്ങളെ കുറച്ച് ബാക്കിയും കൂടെ നോട്ട് തരാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണുന്നുണ്ട്. അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എന്താണ്, ടെസ്റ്റിൽ തന്നെ ഓൾറെഡി ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് തരാഞ്ഞത് കേട്ടോ. ഓക്കെ, നമുക്ക് 4ാമത്തെ ചാപ്റ്റർ നോക്കാം. ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്. എന്താവും നിങ്ങളെ? ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ് എന്ന് വെച്ചാൽ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങളുടെ കൈ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു നോക്കൂ നിങ്ങളെ. അതിനകത്തിൽ ഫസ്റ്റിൽ തന്നെ തന്നേക്കുന്നത് എന്താണെന്നറിയോ, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. അദ്ദേഹം ഒരു ബോക്സ് പോലെ കണ്ടോ, നീല ബോക്സ്. അതിനകത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ, ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു പുതിയ അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഞാൻ ഇരുന്നത്. ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻനിരയിലേക്കിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്കത് വലിയ ദുഃഖം തോന്നി. ഈ രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മറയാത്ത ഒരു മുദ്രയായി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ടെസ്റ്റിൽ കിടന്നതാണ് കേട്ടോ. എനിക്കത് ഭയങ്കര അദ്ദേഹത്തിനും പിന്നെ അത് ഭയങ്കര ദുഃഖമായി, എനിക്കും അത് ഭയങ്കര ദുഃഖമായിട്ട് മാറിയെന്നാണ്. പിന്നെന്താ നിങ്ങളെ, പിൻനിരയിലേക്ക് ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത ഒരു മുദ്രയായിട്ട്. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹ്യ അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി. തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്നു മാത്രമല്ല, ലക്ഷ്മണ ശാസ്ത്രി നൽകിയ ശാന്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുത്തുകയും ഉണ്ടായി എന്നാണ് പറയുന്നത്. അഗ്നിച്ചിറകൾ എന്നുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ. നിങ്ങളുടെ കയ്യിൽ ആ പുസ്തകം ഉണ്ടോ നിങ്ങളെ? ഒരു നീല ബോക്സിനകത്തിൽ എഴുതിയേക്കുന്നത് കണ്ടോ? ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഈ പാഠത്തിനകത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമുക്ക് ജാതികളെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അല്ലേ? ജാതി മതമൊക്കെ അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം പാഠത്തിൻ്റെ പേരെന്താവും നിങ്ങളെ? അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്നാണ് അല്ലേ? ഞാനൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. പണ്ട് കാലത്ത് കഴിവുകൾ ഉണ്ടായിട്ടും ഒരു കൂട്ടം ആളുകളെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. ആദിവാസികൾ, സ്ത്രീകൾ, ദളിതർ എന്നിവരെല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. അസമത്വവും അസഹിഷ്ണുതയും നിറഞ്ഞു നിന്ന അന്നത്തെ സമൂഹത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ അനേകം മഹത് വ്യക്തികൾ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. ഈ അവരുടെ ശ്രമഫലമായാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സാമൂഹിക നീതി. ആ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങളെ. നമ്മൾ എന്തോത്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ കേട്ടോ. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നത്. അപ്പം രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ആദ്യമേ വായിച്ചത് കേട്ടോ. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് അബ്ദുൽ കലാമിൻ്റെ ഈ അനുഭവം അന്ന് വെച്ചാൽ ഞാൻ മുമ്പ് വായിച്ചില്ലേ അതിൽ കൂടി പറയുന്നത്. അത് അത്രേ ഉള്ളൂ നിങ്ങളെ. അത് എന്താണെന്ന് അറിഞ്ഞിരിക്കാനേ ഉള്ളൂ. എന്തായാലും അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ചോദിക്കത്തില്ല. നിങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാം. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. വാരി വലിച്ച് നോട്ടുകളൊന്നും തന്നിട്ടില്ല. 2 പാർട്ടായിട്ട് ഇത് നമുക്ക് എടുക്കാം കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം ഇത് ഇച്ചിരി വലിയ വലിയ നോട്ടുകളാണ്. നിങ്ങൾ ഈ നേരത്തെ പഠിച്ച 3 ചാപ്റ്റർ പോലെ അല്ല ഇത് കേട്ടോ. ഇച്ചിരി ഇച്ചിരി സമയം എടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററുകളാണ്. അതുകൊണ്ട് അത് വൃത്തിയായിട്ട് പഠിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ വാട്ട് ഈസ് മീൻ ബൈ വേർഡ് ഇൻജസ്റ്റിസ്? എന്താണ് ഇൻജസ്റ്റിസ്? ഇൻജസ്റ്റിസിൻ്റെ അർത്ഥം എന്താവും നിങ്ങളെ? അനീതി. ജസ്റ്റിസ് നീതിയാണെങ്കിൽ ഇൻജസ്റ്റിസ് എന്താണ്? അനീതിയാണ്. ഇതെന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഇവിടെ മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താവും നിങ്ങളെ? ഇൻജസ്റ്റിസ് എന്നത്, അതായത് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഇൻജസ്റ്റിസ് റെഫേഴ്സ് ടു ദി practice of exclusion of individuals from the mainstream of society, denial of opportunities and social discrimination. മനസ്സിലായോ? അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് അനീതി? എന്താവും നിങ്ങളെ? എന്താണ്? ഇൻഡിവിജ്വൽസ് ഫ്രം ദ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി, ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. കേട്ടോ, നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വൃത്തിയായിട്ട് എഴുതണേ. എന്താണ് ഇൻജസ്റ്റിസ്? അടുത്ത രണ്ടാമത്തെ നമ്പർ ഇട്ട് തന്നെ വൃത്തിയായിട്ട് എഴുതണം. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പോൾ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതണം, മലയാളംകാർ മലയാളം എഴുതണം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമേത്തവർക്ക് അർത്ഥമാവും നിങ്ങളെ താഴെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കിയേ, വാട്ട് ഈസ്. ഇനി അങ്ങോട്ടാണ് ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. വാട്ട് ഈസ് മാർജിനലൈസേഷൻ? പറയാൻ അറിയണേ കുഞ്ഞുങ്ങളെ. മാർജിനൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? മാർജിനലൈസേഷൻ എന്താണ്? അരികുവൽക്കരണം എന്നാട്ടോ. അരികുവൽക്കരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പഠിക്കാൻ നല്ലത് പാർശ്വവൽക്കരണം എന്നാണ് കേട്ടോ. എന്താണ് മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം? എല്ലായിടവും ഈ അരികുവൽക്കരണമാണ് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് പഠിക്കാൻ നല്ലത് പാർശ്വവൽക്കരണമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് പഠിച്ചാൽ മതി. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏതാണെന്ന് നമുക്കറിയത്തില്ല. രണ്ടും ഒന്ന് തന്നെയാണ്, അരികുവൽക്കരണവും പാർശ്വവൽക്കരണവും കേട്ടോ. നിങ്ങൾ എന്താണ് marginalization? is the process of excluding some groups from the places where they deserve equal consideration. ഞാൻ ഈ 1ലും 2ലും പഠിക്കുന്ന പിള്ളേരെ കൂട്ടാണ് നിങ്ങളെ വായിച്ചു തരുന്നത്. കാരണം ഓരോ വാക്കും അറിയാൻ വേണ്ടിയാണ്. മാർജിനലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്സ് ഫ്രം ദ പ്ലേസസ് വെയർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. ഈക്വൽ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? കൺസിഡറേഷൻ എന്ന് വെച്ചാൽ പരിഗണന. ഈക്വൽ എന്ന് വെച്ചാൽ തുല്യമായ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ അവർക്ക് എവിടാണോ ലഭിക്കേണ്ടത് അവിടെ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നൊരു പ്രക്രിയയാണ് അരികുവൽക്കരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്താ നിങ്ങളെ അരികുവൽക്കരണം എന്ന് വെച്ചാൽ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ചില വിഭാഗക്കാരെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നിടത്തെല്ലാം ഈ അരികുവൽക്കരണം, മാർജിനലൈസേഷൻ ഈ ഓരോ മിക്കവാറും ഉള്ളിടത്തെല്ലാം 100% ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പം എന്താണ് ഈ മാർജിനലൈസേഷൻ എന്നറിയണം കേട്ടോ. മാർജിനലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്സ് ഫ്രം ദ പ്ലേസ് വെയർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് എന്താ നിങ്ങളെ അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 2 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത നമ്മൾ പ്രധാനപ്പെട്ട പുസ്തകം നമ്മൾ വായിക്കുന്നില്ല. കാരണം നമുക്ക് അത്രയും നിങ്ങളുടെ ടെസ്റ്റിലോ അല്ല നിങ്ങളുടെ സ്കൂളിലും ട്യൂഷൻ സെൻറ്ററിലും ഒക്കെ ഇത് വായിപ്പിക്കും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ടെസ്റ്റ് വായിച്ച സമയം കളയണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് പഠിക്കാം. കോസസ് ഓഫ് മാർജിനലൈസേഷൻ.
ഈ കോസസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കാരണങ്ങൾ എന്നാണ് അല്ലേ. മാർജിനലൈസേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞു അരികുവൽക്കരണമെന്നോ അല്ലെങ്കിൽ പാർശ്വവൽക്കരണമാണ്. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ നോക്കിക്കേ. ഇംഗ്ലീഷ് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. മാർജിനലൈസേഷൻസ് ഒക്കേഴ്സ് ത്രൂ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് എസ് ഫ്ലഡ്, earthquake, landslides, sea erosion, etc. and man-made disasters such as war, ആക്സിഡൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് അല്ലോ. മനസ്സിലായോ ഞങ്ങളെ? അപ്പം മാർജിനലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്തുവാ, പാർശ്വവൽക്കരിക്കപ്പെട്ടതാണ് അല്ലേ. അതെന്തൊക്കെയാണ്? മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ അല്ലേ, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്നാണ് കറക്റ്റ് അതിൻ്റെ മലയാളം. ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താവും ഞങ്ങളെ, ദുരന്തം. ഇപ്പോൾ വലിയൊരു ദുരന്തം നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചില്ലേ, നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ അല്ലേ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടല്ലേ, അത് നമുക്കൊരു തീരാ ദുഃഖമാണ് അല്ലേ. അത് പോട്ടെ കുഞ്ഞുങ്ങളെ, നമുക്കിവിടെ എന്താണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷും കൂടെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. എല്ലാത്തിൻ്റെ ഇംഗ്ലീഷും മലയാളവും അറിഞ്ഞിരിക്കണം കേട്ടോ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തമാണ്. പ്രകൃതി ദുരന്തങ്ങൾ മൂലം നമുക്ക് എന്താണ്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇത് വല്ലതും നമ്മൾ ചെയ്യുന്നതാണോ? വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, ഭൂമി കുലുക്കം ഉണ്ടാകുന്നത്, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്, അല്ലെ കടൽക്ഷോഭം ഉണ്ടാകുന്നത്, ഇതെല്ലാം എന്താ, പ്രകൃതി ദുരന്തമാണ് അല്ലെ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഇനി അതാണോ ഇനി അതോ പിന്നെന്താ, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, മനുഷ്യർ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ. എന്തൊക്കെയാ, സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകളൊക്കെ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതിലും എന്താ ഇവിടെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ പറയും നിങ്ങളെ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് കോസസ് ഓഫ് മാർജിനലൈസേഷൻ ആണ് അല്ലേ. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ ഇവിടെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് കോസസ് എന്താണ്, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് സച്ചസ് വാർ, ആക്സിഡൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്. അത് ഞാനിവിടെ മലയാളം എഴുതിയില്ലേ അല്ലേ, അത് ഞാൻ മറന്നു. യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ അല്ലേ, എന്തൊക്കെ കുഞ്ഞുങ്ങളെ, വാറ്, പിന്നെ അതുപോലെ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ വ്യവസായമല്ലേ, ഡിസാസ്റ്റേഴ്സ് ഇപ്പം നമ്മൾ പറഞ്ഞു ദുരന്തമാണ് അതല്ലേ. അങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ മുതലായവ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴി, ഇതൊക്കെ ആരാ, മാൻമെയ്ഡ് ആണ് അല്ലേ. മാൻമെയ്ഡ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ. അതൊക്കെ എന്താണ്, അത് നമ്മുടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് അരികുവൽക്കരണം സംഭവിക്കുന്നു എന്നാണ്. അത് ഞാനിവിടെ ഒരു വരി എഴുതിയല്ലോ നിങ്ങളെ. ഇപ്പം നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായോ, മാർജിനലൈസേഷൻ ഒക്കേഴ്സ്. നമ്മുടെ ചോദ്യം ഈ മാർജിനലൈസേഷൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്. എന്താ കാരണങ്ങൾ? ഒന്ന്, മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണ്, ഫ്ലഡ്, എർത്ത് ലാൻഡ്സ്ലൈഡേഴ്സ്, സീ എറോഷൻ എന്നിവ. എന്നാൽ മനുഷ്യൻ ഉണ്ടാക്കുന്നത് അല്ലേ, എന്തൊക്കെയാണ് മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. വാർ അല്ലെ, യുദ്ധം ഉണ്ടാകുക, അതുപോലെ തന്നെ ആക്സിഡന്റ്, അപകടങ്ങൾ ഉണ്ടാകുക. ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ, വ്യവസായ ശാലകളിലെ ദുരന്തങ്ങൾ മുതലായവ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ് അല്ലേ. ഇതൊക്കെ എന്താണ്, ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് നമുക്ക് അരികുവൽക്കരണം സംഭവിക്കുന്നു എന്നാണ് ഒന്നാമത് പഠിച്ചത്. അതിൻ്റെ ഒന്നാമത്തെ കോസസ് കേട്ടോ. 2 എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ, ഇത് എഴുതിയെടുത്ത് തന്നെ പഠിക്കണേ. മാർജിനലൈസേഷൻ ടേക്കൺ പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റ് കോസ്ഡ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഞാൻ എഴുതിയ നമ്പർ തെറ്റിപ്പോയതാട്ടോ. ഇത് നമ്മുടെ ഒന്നാമത്തേതാണ്. യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലയിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴി ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് അരികുവൽക്കരണം സംഭവിക്കുന്നു. ഈ മാൻമെയ്ഡിൻ്റെ ആൻസറാണത് കേട്ടോ. എഴുതിയപ്പോൾ തിരിഞ്ഞു പോയതാ കുഞ്ഞുങ്ങളെ, കാരണം ഇംഗ്ലീഷും മലയാളവും കൂടി എഴുതി വന്നപ്പോൾ കേട്ടോ. അടുത്തതോ, മാർജിനലൈസേഷൻസ് ടേക്കൺ പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റുകൾ അല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസറ്റുകൾ ഉണ്ടെന്ന് വെച്ചാൽ എന്തുവാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങൾ, അസറ്റ് എന്ന് വെച്ചാൽ അവിടെ അതായത് കോസ്ഡ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. അതും ഈ അർത്ഥങ്ങൾ തന്നെയാണ് വരുന്നത് കേട്ടോ. അടുത്ത അതുപോലെ തന്നെ മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ ദ ഇൻറ്റൻഷണൽ എന്നാണ് കുഞ്ഞുങ്ങളെ, എക്സ്ക്ലൂഷൻസ് ഓഫ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ ദെയർ കാസ്റ്റ്, റിലീജിയൻ, ട്രൈബ്, ജെൻഡർ സ്റ്റാറ്റസ്. അതൊറ്റ വാക്കാണ്. കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ തന്നെ എന്താ, ട്രൈബ്, ജെൻഡർ സ്റ്റാറ്റസ്,
ഇവയൊക്കെ എന്ന് വെച്ചാൽ ജാതി മത ഗോത്ര ലിംഗം, ജാതി കാസ്റ്റ് എന്ന് വെച്ചാൽ ജാതി, റിലീജിയൻ എന്ന് വെച്ചാൽ മതം, ട്രൈബ് എന്ന് വെച്ചാൽ ഗോത്രമാണ് കേട്ടോ. ജെൻഡർ എന്ന് വെച്ചാൽ എന്താ ലിംഗ പദവി സ്റ്റാറ്റസ്. വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യുന്നു, അരുവിവൽക്കരണം സംഭവിക്കുന്നു എന്നാണ്. ഇപ്പം 3 നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളെ? 3 ഞാൻ ആ 3 നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇതിനകത്തിൽ 5 6 ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടത് നോക്കി മാത്രമാണ് എഴുതിയത്. ഒന്നുകൂടെ വായിച്ചു തരണോ നിങ്ങളെ? ഒന്നുകൂടെ വേണേൽ എളുപ്പം ഒന്ന് വായിക്കാം. മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ നാച്ചുറൽ ഡിസാസ്റ്റർ ഏതൊക്കെയാണ്? ഫ്ലഡ്, എർത്ത്, ലാൻഡ് സ്ലൈഡേഴ്സ്, സീ എറോഷൻ ഇവയൊക്കെയാണ്. എന്നാൽ മാൻമെയ്ഡ് ഡിസാസ്റ്റർ മനുഷ്യരുണ്ടാക്കുന്നതാണ്. വാർ, യുദ്ധങ്ങൾ, ആക്സിഡന്റുകൾ, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ അല്ലേ. അതായത് മാർജിനലൈസേഷൻ ടേക്കൺ പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റ് കോസ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഈ ദുരന്തങ്ങളൊക്കെ മനുഷ്യ വഴിയെങ്കിലും നമ്മുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ, അസറ്റുകളെല്ലാം ലോസ് ആയി പോകുന്നുണ്ട്. അതാണ് മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ ദ ഇന്റൻഷണൽ എക്സ്ക്ലൂഷൻസ് ഓഫ് ദ പീപ്പിൾ ബേസ്ഡ് കാസ്റ്റ്, റിലീജിയൻ, ട്രൈബ്, ജെൻഡർ സ്റ്റാറ്റസ് എക്സെട്ര. ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ചോദിച്ചു. അതായത് വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടല്, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ മൂലം നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകൾ നഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് അരുവിവൽക്കരണം ഉണ്ടാകുന്നു. അരികുന്ന കേട്ടോ. യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായവ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴി ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് അരികുവൽക്കരണവും സംഭവിക്കുന്നുണ്ട്. പിന്നോ ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് അരികുവൽക്കരണം സംഭവിക്കുന്നു എന്നാണ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. നമ്മൾ പഠിക്കുന്ന എന്താണ്? മാർജിനലൈസേഷന്റെ കോസസിന്റെ 3 കോസസ് ആണ്. ഇത് കാണുമ്പോൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇംഗ്ലീഷിന്റെ നോട്ടും എഴുതിയെടുക്കുക, മലയാളംകാരെ മലയാളത്തിന്റെ നോട്ടും എഴുതിയെടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. എഴുതിയെടുക്കണേ. അടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യനുകൾ കുറവാണ്, പക്ഷേ ആൻസറുകൾ ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. നോക്കൂ ഞങ്ങളെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്മൾ പഠിച്ചത് ഈ മാർജിനലൈസേഷൻ്റെ കോസസ് എന്താണ്, എന്തെല്ലാം കാരണങ്ങളാണ്. ഇനി പലതരത്തിലുള്ള മാർജിനലൈസേഷൻ ഉണ്ട്. വിവിധ തരം അരികുവൽക്കരണം അല്ലെങ്കിൽ എന്താണ് പാർശ്വവൽക്കരണമുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാർജിനലൈസേഷൻ. നമ്മൾ അതിൽ ഒന്നാമത്തെയാണ് സോഷ്യൽ മാർജിനലൈസേഷൻ. എന്താവും നിങ്ങളെ? സോഷ്യൽ മാർജിനലൈസേഷൻ എന്ന് വെച്ചാൽ സാമൂഹിക പാർശ്വവൽക്കരണം. അതായത് സോഷ്യൽ മാർജിനലൈസേഷൻ ഈസ് എക്സ്ക്ലൂഷൻസ് ഓഫ് പീപ്പിൾ ഫ്രം പബ്ലിക് സ്പേസ്, ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. എന്താ ഞങ്ങളെ? ആളുകൾ എന്നുള്ളതിന് പീപ്പിൾ, ഫ്രം എന്തൊക്കെയാണ്? പബ്ലിക് സ്പേസ് എന്ന് വെച്ചാൽ പൊതു ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. എക്സ്ക്ലൂഷൻ ഓഫ് പീപ്പിൾ ഫ്രം പബ്ലിക് സ്പേസ്. ഓക്കെ ആണോ? പിന്നോ അവരുടെ ഡിനൈഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഡിനയൽ എന്ന് വെച്ചാൽ എന്താവും ഞങ്ങളെ? നിഷേധിക്കുക എന്ന്. ഡിനയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ആ വാക്ക് ഓർത്തോണം. ഡിനയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങളെല്ലാം ഇവരെന്താ അവസരങ്ങൾ? ഡിനയൽ എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഡിനയൽ എന്ന് വെച്ചാൽ നിഷേധിക്കുകയാണ്. തിരിഞ്ഞു പോയോ നിങ്ങളെ? ഞാൻ പറഞ്ഞേ, ഡിനയൽ എന്ന് വെച്ചാൽ എന്താണ്? നിഷേധിക്കുക എന്നാണ്. എന്ത് നിഷേധിക്കുകയാണ്? അവർക്ക് വരുന്ന അവസരങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. പിന്നോ സാമൂഹ്യപരമായിട്ട് വിവേചിക്കൽ. ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വിവേചിക്കുക. ഇവയൊക്കെയാണ് സാമൂഹിക പാർശ്വവൽക്കരണത്തിൽ വരുന്നത് കേട്ടോ. ഇംഗ്ലീഷ് മലയാളം ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇംഗ്ലീഷ് ഇച്ചിരിയേ ഉള്ളൂ. ഞാനിത് വായിക്കുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നത്. രണ്ടും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഡിനയൽ ഓഫ് എൻട്രി ടു ഓർഗനൈസേഷൻ ആൻഡ് ക്ലബ്ബുകൾ. എന്താ നിങ്ങളെ? ഡിനയലിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഡിനയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കുക അല്ലേ. എന്തൊക്കെയാണ് അവിടെ ഒഴിവാക്കുന്നത്? സംഘടനകളും ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ ഇവർക്ക് പ്രവേശനം നിഷേധിച്ചു എന്നാണ്. എന്തൊക്കെയാണ് നിങ്ങളെ? ക്ലബ് എന്ന് തന്നെയാണ്. ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ സംഘടനകളാണ്. ഇതിൽ നിന്നെല്ലാം ഇവരെ ഡിനൈ ചെയ്തു. അവിടെ എൻട്രി ചെയ്യാനുള്ള അവരെ എന്ത് ചെയ്തു? ഇതോ നിങ്ങളെ? സംഘടനകളും ക്ലബ്ബുകളും. മലയാളമാണ്, അത് ഞാൻ എഴുതിയില്ലാത്തതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. നിങ്ങൾ അന്നേരം എഴുതിയെടുക്കണം. ക്ലബ്ബ്, സംഘടനകൾ എന്നിവിടങ്ങളിലെ പ്രവേശനം എന്നുള്ളതാണ് എൻട്രി അല്ലേ. എൻട്രി എന്താ? ഡിനയൽ എന്ന് വെച്ചാൽ നിഷേധിച്ചു എന്ന്. ഓക്കെ ആണോ? രണ്ടാമത്തെയാണ് എക്കണോമിക് മാർജിനലൈസേഷൻ. എക്കണോമിക് എന്ന് വെച്ചാൽ എന്താ? എക്കണോമിക് സാമ്പത്തികം. ഒന്നാമത് പഠിച്ചത് സോഷ്യൽ മാർജിനലൈസേഷൻ. 2 എക്കണോമിക് മാർജിനലൈസേഷൻ. എന്താണ്? സാമ്പത്തിക പാർശ്വവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലായിടും ഈ ഡിനെ എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം. എന്താ? നിഷേധിക്കുക. എന്ത് നിഷേധിച്ചു? ഓപ്പർച്യൂണിറ്റീസ് ഫോർ എംപ്ലോയ്മെന്റ്.
പിന്നോ അവരുടെ തൊഴിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ അവരെന്ത് ചെയ്യുക, എന്തെങ്കിലും കഴിവുള്ള തൊഴിലുണ്ടെങ്കിൽ അവരതിനെ നിഷേധിച്ചു. വെൽത്ത് ഡെസ്പൈറ്റ്സ് ഹാവിങ് സ്കില്ല്, കഴിവുകൾ എന്തെങ്കിലും, അതായത് കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും സമ്പത്തും സമ്പാദിക്കാനുള്ള അവസരങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു. എന്താ നിങ്ങളെ ഡിലേ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എംപ്ലോയ്മെൻറ്റ്, വെൽത്ത് ഡെസ്പൈറ്റ് ഹാവിങ് സ്കിൽസ്, കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും സമ്പത്തും സമ്പാദിക്കാനുള്ള അവസരങ്ങളെല്ലാം അവരെ നിഷേധിച്ചു. ഓക്കെ ആണോ? 3 പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയം. അപ്പോൾ നമ്മൾ 3 മാർജിനലൈസേഷനെ കുറിച്ചാണ് പഠിച്ചത്. സോഷ്യൽ മാർജിനലൈസേഷൻ, എക്കണോമിക് മാർജിനലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ. പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിൻ്റെ വേറൊരു പേരാണ് അരികുവൽക്കരണം. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് പറയുമ്പോൾ സ്പീഡിൽ വൃത്തിയായിട്ട് പറയാൻ പറ്റുന്നു ആ രീതി പഠിച്ചാൽ മതി. നോക്കൂ കുഞ്ഞുങ്ങളെ, ബീയിങ് പൊളിറ്റിക്കലി മാർജിനലൈസ്ഡ് ഡിനൈസ് ദ ഫ്രീഡം ടു വോട്ട് ആൻഡ് ദ ഫ്രീഡം ടു കണ്ടസ്റ്റ് ഇലക്ഷൻസ്. എന്ന് വെച്ചാൽ രാഷ്ട്രീയമായി പാർശ്വവൽക്കരിക്കപ്പെട്ടാൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എന്താ നിങ്ങളെ വോട്ട് ചെയ്യുക, ഫ്രീഡം ടു വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഫ്രീഡം ടു കണ്ടസ്റ്റ് ഇലക്ഷൻ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഇവരെ ഡിനൈഡ് ചെയ്തു. എന്ന് വെച്ചാൽ നിഷേധിച്ചു. ഡിനൈൽ ഓർത്തോണേ, നിഷേധിക്കുക എന്നാണ്. എന്തെല്ലാമാണ് അവരെ നിഷേധിച്ചത്? അവർക്ക് വോട്ട്, ഇപ്പം എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശം ഇപ്പോഴുണ്ട്. പക്ഷേ അന്ന് എന്താണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനാൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നാൽ അതിനകത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള ഇതൊന്നും അവർക്ക് അന്ന് കൊടുത്തിരുന്നില്ല. അപ്പോൾ ഈ 3 മാർജിനലൈസേഷൻ അല്ലെങ്കിൽ പാർശ്വവൽക്കരണത്തെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാർജിനലൈസേഷൻ 4 ഓക്കെയാണോ നിങ്ങളെ? എഴുതിയെടുത്തോണേ കേട്ടോ, നോക്കിയിരിക്കല്ലേ, എഴുതി തന്നെ എടുക്കണം കേട്ടോ. 5 നോക്കൂ നിങ്ങളെ, who are the groups that marginalized and discriminated in the society. എല്ലാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളോ? തരുന്നത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ആരെല്ലാമാണ്? നമ്മളിപ്പോൾ പറഞ്ഞു, കുറേ പേരുടെ പേര് പറഞ്ഞു. ആർക്കൊക്കെയാണ് ഇത് അരികുവൽക്കരണം മൂലം സമൂഹത്തിൽ വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ഏതൊക്കെ വിഭാഗക്കാരായിരുന്നു? വുമൺ അല്ലേ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, അറിയാമല്ലോ ട്രാൻസ്ജെൻഡേഴ്സ് ആരാണെന്ന്, ട്രാൻസ്ജെൻഡറുകൾ, പിന്നെ ദളിതർ, ട്രൈബൽ എന്ന് വെച്ചാൽ ഗോത്ര വിഭാഗങ്ങൾ, മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങൾ, പോവർട്ടി സ്ട്രൈക്കൻ പീപ്പിൾ ദാരിദ്ര്യം നേരിടുന്നവർ, റെഫ്യൂജേഴ്സ് അഭയാർത്ഥികൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ, അതുപോലെ തന്നെ അഭയാർത്ഥികളുണ്ട്. പിന്നെ നിങ്ങളെ നല്ല കഴിവുള്ള ആൾക്കാർ. പിന്നെ ഏതാ വെച്ചത്? ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഴിവുള്ള വ്യക്തി, പലതരത്തിലുള്ള കഴിവുള്ള വ്യക്തികളുണ്ട് അല്ലേ? ആരൊക്കെയാണ്? അതിന് മറ്റെന്തെങ്കിലും വാക്കുകളുണ്ടോ ഞങ്ങളതിന്? വുമണ്, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിത്, ട്രൈബൽ, മൈനോറിറ്റീസ്, പോവർട്ടി സ്ട്രൈക്കൻ പീപ്പിൾ, റെഫ്യൂജസ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ, അതുപോലെ തന്നെ എക്സ് പേഴ്സൺ അല്ലേ? ആണല്ലോ, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്ര വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അതുപോലെ തന്നെ അഭയാർത്ഥികൾ. പിന്നെ ഞാൻ 2 അഭയാർത്ഥികൾ എഴുതി അല്ലേ? ഭിന്നശേഷിക്കാരാവും ഞങ്ങൾ. ഡിഫറൻഷ്യലി ഏബിൾഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഞാൻ 2 അഭയാർത്ഥികൾ എഴുതി വെച്ചു. അത് തെറ്റാണ്. നിങ്ങളെ ഭിന്നശേഷിക്കാർ, എന്തെങ്കിലുമൊക്കെ വയ്യാഴിക ഉള്ളവർ കാണുമല്ലോ, കയ്യൊക്കെ വയ്യാത്തവരൊക്കെ ഇല്ലേ? ഭിന്നശേഷിക്കാർ. തെറ്റെഴുതരുതേ.
ഭിന്നശേഷിക്കാർ. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഭിന്നശേഷിക്കാർ. അതുപോലെ തന്നെ എക്സ് പ്രിസണേഴ്സ്. പ്രിസൺ എന്ന് വെച്ചാൽ ജയിലാണ്. എക്സ് പ്രിസണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ മോചിതർ. അപ്പോൾ അത് ഓക്കെ ആണോ നിങ്ങളെ? ഞാൻ ഒന്നുകൂടെ വായിക്കണോ? ഹു ആർ ദ ഗ്രൂപ്പ്സ് ദാറ്റ് മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ആരെല്ലാമാണ്? വുമണ്, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിത്, ട്രൈബൽ, മൈനോറിറ്റീസ്, പോവർട്ടി സ്ട്രൈക്കൺ പീപ്പിൾ, റെഫ്യൂജീസ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, എക്സ് പ്രിസണേഴ്സ്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, അതുപോലെ തന്നെ എക്സ് പ്രിസണേഴ്സ് എന്ന് വെച്ചാൽ ജയിലിൽ നിന്നും മോചിതരായവർ. കേട്ടോ. അടുത്ത മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ചാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. നോക്കൂ നിങ്ങളെ, അതിൻ്റെ ഈ മലയാളം നിങ്ങൾ ആദ്യമേ എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. നോക്ക്. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ അവകാശങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. ഞങ്ങളെ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിക്കപ്പെട്ടു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കാൻ മഹാത്മാ അയ്യങ്കാളി ഒരുപാട് പരിശ്രമിച്ചു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. പിന്നോ പഞ്ചമി എന്ന ദളിത് ബാലികയെ സവർണജാതിക്കാർ പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. കേട്ടോ. പിന്നോ മലയാളം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എന്നിട്ട് എന്ത് ചെയ്തു? വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ഇനി അതിൻ്റെ ഇംഗ്ലീഷുകാരെഴുതിക്കോ. ഹിസ്റ്റോറിക്കലി എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വെയർ ഡിനൈഡ് ടു ദ so called lower caste by who considered themselves at the upper caste. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. മഹാത്മാ അയ്യങ്കാളി വർക്ക്ഡ് ടു പ്രൊവൈഡ് ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ദി ഡിപ്രൈവ്ഡ്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരെ ഓപ്പർച്യൂണിറ്റീസ് ടു ദി ഡിപ്രൈവ്ഡ്. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി വിദ്യാഭ്യാസത്തെ ആ അവസരങ്ങളെ എല്ലാം നിഷേധിക്കപ്പെട്ടവർക്ക് മഹാത്മാ അയ്യങ്കാളി എന്ത് ചെയ്തു? വിദ്യാഭ്യാസത്തിന് വേണ്ടി വർക്ക് ചെയ്തു. എ ദളിത് ഗേൾ നെയ്മഡ് പഞ്ചമി വാസ് നോട്ട് അലൗഡ് ടു സ്റ്റഡി ഇൻ സ്കൂള്. എന്ന് വെച്ചാൽ പഞ്ചമി എന്ന ദളിത് ബാലികയെ സവർണജാതിക്കാർ പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഹിയറിംഗ് ദിസ് അയ്യങ്കാളി കെയിം ടു ദ സ്കൂൾ ഹോൾഡിംഗ് പഞ്ചമീസ് ഹാൻഡ് ആൻഡ് മെയ്ഡ് ഹെർ സിറ്റ് ഇൻ ദ സ്കൂള്. എന്ത് ചെയ്തു? ഇതറിഞ്ഞ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചമിയുടെ കൈയും പിടിച്ച് അയ്യങ്കാളി അല്ലേ മാസ് ലുക്കിൽ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു? സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. ദ ഗ്രേറ്റ്നെസ് ഓഫ് അയ്യങ്കാളി ഈസ് ദാറ്റ് ഹി റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ഓക്കെ ആണോ? അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഞാൻ ഇന്ന് തന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ഈ ചാപ്റ്ററിലെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടല്ലോ. നോക്കി ഈ ചാപ്റ്ററിലെ വാട്ട് വെയർ ദ ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ദ മാർജിനലൈസ്ഡ് ദളിത് ഗ്രൂപ്പ്. നമ്മൾ പറഞ്ഞായിരുന്നു ഈ ദളിത് വിഭാഗക്കാർ നേരിട്ടിരുന്ന വിവേചനങ്ങൾ എന്തെല്ലാം. ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വിവേചനങ്ങളാണ്. എന്തെല്ലാമായിരുന്നു നോക്കൂ നിങ്ങളെ. ദർ വാസ് എ ടൈം വെൻ ദളിത് ഹാഡ് നോ റൈറ്റ്സ് ടു ട്രാവൽ ഓൺ വെഹിക്കിൾ, വോക്ക് ഇൻ പബ്ലിക് റോഡ്, വിയർ ഗുഡ് ക്ലോത്ത് ആൻഡ് ആക്സസ് എഡ്യൂക്കേഷൻ. എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ പൊതുവഴിയിലും നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്നൊരു കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. ദളിതിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. എന്താണ്? ദർ വാസ് എ ടൈം വെൻ ദളിത് ഹാഡ് നോ റൈറ്റ്സ് ടു ട്രാവൽ ഓൺ വെഹിക്കിൾസ്, walk on public roads, wear good cloth and access education. പിന്നോ they were deprived on the basic facilities, dignity, equality and freedom. They were deprived of the പിന്നോ
അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ബേസിക് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഡിഗ്നിറ്റി വേണം, അന്തസ്സ്, പിന്നെ ഇക്വാളിറ്റി, തുല്യത, ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം അവരെന്ത് ചെയ്തു? ഡിപ്രൈവ്ഡ് അല്ലെ ഡിനൈഡ്, നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ അവർ നേരിട്ടിരുന്നു. പിന്നെ ജാതി, സച്ച് ഡിസ്ക്രിമിനേഷൻസ് ബേസ്ഡ് ഓൺ കാസ്റ്റ് ഈസ് എ സീരിയസ് വയലേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. സച്ച് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് ഈസ് എ സീരിയസ് വയലേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ഇത്രയും മതി കുഞ്ഞുങ്ങളെ. ഒരു ലിങ്കും കൂടെ കേട്ടോ, പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം അടുത്തത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്നിടുക കുഞ്ഞുങ്ങളെ. ഞാൻ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തിൽ ചാപ്റ്ററിൻ്റെ ബാക്കി ഇടുന്നൊക്കെ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ചാപ്റ്ററിൻ്റെ ബാക്കി ഇടാത്തതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളെ. എന്താ കാരണം? ഞാൻ ഈ പകുതി മുക്കാലും നോട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ടെസ്റ്റിൽ നോക്കിയപ്പോൾ ഇനി ഞാൻ തരാൻ പോകുന്ന എല്ലാം ടെസ്റ്റിൽ ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാത്തത് കേട്ടോ. അല്ലാതെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്ന് പറയണേ കുഞ്ഞുങ്ങളെ. അത് കേട്ടിട്ട് അറിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി നോട്ട് ഇടാൻ കേട്ടോ. ഓക്കെ, നിങ്ങൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുകയും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു.